ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളപ്പോൾ ബ്ലൂ കളർ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ ബ്ലൂ കളർ വെച്ചിട്ടായിരിക്കും ഇയറിങ്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ബ്ലൂ കളറിലെ ബീഡ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ ഐ പിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇയർ വയേഴ്സ്, ജംപ് റിങ്സ്, അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഹെഡ് പിൻസും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മുത്താണ് എടുക്കുന്നത്. ഏകദേശം ഇത് കാണാൻ ഇങ്ങനെ കാണും. ഇത് മറ്റേ ടിയർ ഡ്രോപ്പ് മുത്തുകളുടെ കണക്കാനാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേ മുത്ത് തന്നെ വേണമെന്നില്ല, ടിയർ ഡ്രോപ്പ് മുത്തായാലും മതി. ഇത് നിങ്ങൾക്ക് ഷോപ്സിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് 4 എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ 4 ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഹെഡ് പിൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ലൂപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം. 4 നമുക്കിതുപോലെ ലൂപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഇതുപോലെ 4 ഇതുപോലെ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജംപ് റിങ്സിലേക്ക് ഇതിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഗോൾഡൻ ചെയിനാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. 10 രൂപയ്ക്കൊക്കെ കടയിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം നമുക്ക് ഈ ജംപ് റിങ്സിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. നല്ല രസമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നതാണ് ഗിയർ വയർ. ഓൾറെഡി ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ശകലം കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗിയർ വയർ ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ എടുക്കാം. ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോളൊന്നും ഇല്ല, ഇതിനകത്ത് ചെറിയ ഹോളേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഗിയർ വയർ മാത്രമേ ഇതിനകത്ത് കയറത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നിന്ന് ഞാൻ ഗിയർ വയർ ഇതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിതിൻ്റെ ഒരു മുത്തെടുക്കാം. ഇത് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ജംപ് റിങ്സ് എടുക്കാം. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചുറ്റിയെടുക്കാം. എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമുക്കിത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടു. നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ജംപ് റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇയർ വയേഴ്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഈ സംഭവം സെറ്റായിട്ട് കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളിത് ചെയ്തു നോക്കണം. ഇനി നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കമ്മലിവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. സിമ്പിളുമാണ്. എന്ത് രസമാണല്ലേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അത് വെച്ചും ഇതുപോലെ ഇയറിങ്സ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഈ കളർ തന്നെ യൂസ് ചെയ്യേണ്ട, വേറെ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തും ഇത് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക.
ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കമ്മൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ നീല ബീഡ് എടുക്കുന്നുണ്ട്. അത് നമുക്കൊരു 5 എണ്ണം എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ഹെഡ് പിൻസ്. ഇതുപോലെ ഞാൻ കുറച്ച് ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 5 എണ്ണം വേണം. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് ഇതുപോലെ കുഞ്ഞു വൈറ്റ് മുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വർണ്ണ കളറിലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള കളറിലോ എടുക്കാം. അങ്ങനെ ഇതുപോലെ ഞാനിവിടെ 5 ബ്ലൂ ബീഡ് എടുത്തിട്ടുണ്ട്, 5 വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട്, 5 ഹെഡ് പിൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലൊരു ഹെഡ് പിൻ എടുക്കുക, അതിലേക്കൊരു കുഞ്ഞു മുത്ത് വൈറ്റ് ഇടുക, പിന്നെ ഇതുപോലെ നീല മുത്തിടുക, പിന്നീട് ഒരു ചെറിയ ലൂപ്പ് ചെയ്യാം. ഇതുപോലെ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് 2 ഹെഡ് പിൻസ് വേണം. രണ്ടിലും നമ്മൾ ഓരോ വൈറ്റ് മുത്തിട്ട് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ 2 ഹെഡ് പിന്നിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലൂപ്പ് ചെയ്തതിൽ കൂടെ ഈ 2 എണ്ണം ക്രോസ് ആയിട്ട് എടുക്കണം. ഇതുപോലെ നമ്മൾ ക്രോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടിലും ഓരോ ഇതുപോലത്തെ നീല മുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി ഇതിൻ്റെ 2 അറ്റത്തും ലൂപ്പ് ചെയ്യണം. അങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ഹെഡ് പിൻ എടുക്കാം, അതിലേക്കൊരു വൈറ്റ് മുത്ത് കടത്തി കൊടുക്കാം, ഇതുപോലെ ഇട്ട് കൊടുക്കണം. വീണ്ടും ഒരു വൈറ്റ് മുത്ത് കൊടുത്തിട്ട് ഇപ്പുറത്ത് കൂടെ ഹെഡ് പിൻ എടുക്കണം. ഇനി രണ്ടിലും നമുക്ക് ഓരോ നീല മുത്തിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഏകദേശം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൂപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ലൂപ്പ് മതി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് എന്ന രീതിയിൽ ലൂപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം, കാരണം ചെറിയത് മതി. ഇനി നമുക്ക് ലൂപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ലൂപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പുറത്തത് ഇതിൽ കൂടെ അങ്ങ് എടുക്കാം, ഇതുപോലെ. എന്നിട്ട് ഇതിലേക്ക് ലൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ആ മുത്ത് തന്നെ കാണാൻ ഭയങ്കര ഭംഗിയായതുകൊണ്ടാണ് കേട്ടോ. ഇത് ഇതുപോലെ ക്രോസ് രീതി ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ജംപ് റിങ്സ് എടുക്കാം. അതിനുശേഷം ലാസ്റ്റ് ക്രോസ് ചെയ്ത് വെച്ചതിനകത്ത് കൂടെ ഇതിങ്ങെടുക്കാം. ഇതുപോലെ സെറ്റായിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ ജംപ് റിങ്സ് ഇതുപോലെ ഇട്ടിട്ട്. അപ്പോൾ ഇത് ഇത്രയും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും ഒരു ഹെഡ് പിൻ എടുക്കാം. പിന്നീട് ഒരു മുത്തും കൂടെ വേണം. അതിനുശേഷം ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ജംപ് റിങ്സിലേക്ക് ഇട്ടിട്ട് നിങ്ങളുടെ ഇയറിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് സൂപ്പറാണ്. ഇതിങ്ങനെ തന്നെ ഇടാൻ നിങ്ങൾക്ക് ഇതുപോലെ ഇത് സെറ്റായി കിട്ടും. ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാതിലിട്ട് കൊടുത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ എൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്താൽ എല്ലാം പെർഫെക്റ്റ്. നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയും ഭംഗി അറിയാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് നിങ്ങൾ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ പശ വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കുകയും ചെയ്യാം. ഞാൻ ഒട്ടിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ പശ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളകിയും പോകില്ല. വേണമെങ്കിൽ ഈ ഹെഡ് പിൻ കുറച്ച് കട്ട് ചെയ്തും കളയാം. നിങ്ങൾക്ക് പശ വെച്ച് ഒട്ടിച്ചാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കമ്മൽ ഇവിടെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് എന്തുമല്ല നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കമ്മൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 2 വലിയ മുത്തുകൾ എടുക്കുന്നുണ്ട്. ഇത് ചക്കക്കുരുവിൻ്റെ അത്രയും വലിപ്പമുണ്ട്. എന്നാലും നിങ്ങൾക്ക് ചെറിയ മുത്ത് വേണമെങ്കിൽ അതെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാനിത് എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് ഗിയർ വയർ.
ഇതിന് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുത്തുകൾ വേണം, കുഞ്ഞിത്. ഞാൻ ഇവിടെ വെള്ള മുത്താണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീല കളർ തന്നെ എടുക്കാം. എൻ്റെ കയ്യിൽ നീല കളർ ഇല്ലായിരുന്നു, ചെറിയ മുത്ത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വൈറ്റാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഗിയർ വയറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഈ മുത്തിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് മുത്തിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 10 മുത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അറ്റം ഇതിൽ കൂടെയും പിന്നെ ഇപ്പുറത്തെ അറ്റവും ഇതുവഴി ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കാം, ഇതുപോലെ. അതിനുശേഷം ഇത് മുകളിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം, ഇതുപോലെ. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കാം. അതിനുശേഷം ചെറിയൊരു ലൂപ്പ് നമുക്ക് ചെയ്യണം. ഇതിങ്ങനെ ആവും, പക്ഷെ അത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ലൂപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലെ ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് എക്സ്ട്രാ ഉള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ ഇങ്ങനെ ആവും, അത് വിഷയമില്ല. വീണ്ടും നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പശ ഒട്ടിക്കണം. നമ്മൾ കറക്റ്റ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പശ എടുത്തിട്ട് ഒട്ടിച്ചേക്കാം. ഞാൻ 2 സൈഡിൽ ഇതുപോലെ പശ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇത് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് രണ്ടും നമ്മൾ ചെയ്തെടുത്തിട്ട് പശ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയിട്ട് ബാക്കി ചെയ്യാം. അങ്ങനെ ഇത് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജംപ് റിങ്സ് വേണം. ജംപ് റിങ്സ് എടുക്കുക. പിന്നീട് വേണ്ടുന്നതാണ് ഇയർ ഹുക്സ്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം സെറ്റായിട്ട് ഇതുപോലെ കിട്ടും. ഇത് ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ്. ഇതുകൂടെ നമുക്കതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ സെറ്റായി കിട്ടും. നിങ്ങൾക്കിത് ഇഷ്ടമായോ? കാരണം ഇത് ഒരുപാട് സിമ്പിളാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ മുത്തൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇതേ ടൈപ്പ് മുത്ത് കിട്ടിയില്ലെങ്കിൽ വേറെ മുത്ത് വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പേർക്ക് ഈ വീഡിയോ ഷെയർ കൂടെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ കമ്മൽ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മഴത്തുള്ളി മുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ വേറെ 2 ഇതേപോലത്തെ കുഞ്ഞ് റൗണ്ട് മുത്തും എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് ക്യാപ്പ്. ഇത് സിൽവർ കളറുള്ള ക്യാപ്സാണ്. ക്യാപ്സ് ഞാൻ മുമ്പേ പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്കിതുപോലെ മുത്തുകളുടെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ് ക്യാപ്പുകൾ. നിങ്ങൾക്കിത് മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. അത് ഞാൻ ഒരു സിൽവർ കളറാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ചിങ്ങനെ മുമ്പോട്ട് തള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ ക്യാപ്പ് ഞാൻ കുറച്ച് വലുതാക്കുവാണ് പ്ലെയർ ഉപയോഗിച്ച്. കുറച്ച് ഇതുപോലെ നമുക്ക് അകത്തിയൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. പിന്നീട് നമുക്ക് വേണ്ടതാണ് ഐ പിൻസ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഐ പിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആദ്യം ക്യാപ്പ് ഇടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ മഴത്തുള്ളി മുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു കുഞ്ഞ് ക്യാപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്കിവിടെ ലൂപ്പ് ചെയ്യാം. ഈ ലൂപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് സിൽവർ കളറിലെ ഇയർ വയറും കൂടെ ചേർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇയർ ഹുക്ക് എടുത്ത് ഇതിലേക്കിട്ട് ക്ലോസ് ചെയ്യാം.
ഇനി നമുക്ക് ഈ 2 മുത്തും കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ഹെഡ് പിൻസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അറ്റത്ത് ഇതുപോലെ അകത്തോട്ട് ആക്കി വെക്കാം. ലൂപ്പ് ഇതുപോലെ നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കണം. ഈ 2ലും ലൂപ്പ് വേണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ജംപ് റിങ്സ് എടുക്കാം, സിൽവർ കളറിലെ. ഈ ജംപ് റിങ്സിലേക്ക് ഈ 2 എണ്ണവും നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇതുപോലെ സെറ്റായി കിട്ടും. ഇനി ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ജംപ് റിങ്സ് ഇട്ട് നമ്മളിത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യും. കൂട്ടത്തിൽ ഏറ്റവും എളുപ്പം ഇതല്ലേ. കുറച്ച് ക്യാപ്പ് എടുത്ത് വെക്കുക, പിന്നെ താഴെ 2 കുഞ്ഞു മുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് നല്ല രസമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ ജോഡിയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് ഏത് കളർ ചലഞ്ച് ചെയ്യണമെന്നും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 4 എണ്ണത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള സൂപ്പർ ക്യൂട്ട് ഐഡിയാസിന് വേണ്ടിയിട്ടും ടിപ്സിന് വേണ്ടിയിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ബ്ലൂ കളർ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക. ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം സിമ്പിളാണ്. നിങ്ങളെക്കൊണ്ട് ഇതെല്ലാം ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കുറച്ച് പേർക്ക് വീഡിയോ ഷെയർ ഒക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.